الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശ്വാസികളായ നമ്മൾ നമ്മുടെ ആയുസ്സിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? സ്വർഗം നേടിയെടുക്കാനുള്ള അമൂല്യമായ കർമ്മങ്ങളാൽ നിറക്കപ്പെടേണ്ട കലവറയാണ് അള്ളാഹു നമുക്ക് നൽകിയ ഈ ആയുസ്, ഈ അവസരം. അതങ്ങനെ തന്നെയാണ് എന്ന് നാം എപ്പോഴും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ അത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് മുടങ്ങുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മുടെ മനസ്സ് വേദനിക്കാറുണ്ട്, ചിലപ്പോൾ നമ്മൾ അപമാനപ്പെടാറുണ്ട്, ചില എക്സ്ക്യൂസുകളൊക്കെ നമ്മൾ പറയേണ്ടി വരാറുണ്ട്. എങ്കിൽ അള്ളാഹു നമ്മുടെ ബാലൻസ് ഷീറ്റ് പരിശോധിക്കുന്ന ആ നാളിൽ നമ്മുടെ അക്കൗണ്ടിൽ മതിയായ കർമ്മങ്ങൾ, നമ്മുടെ റെക്കോർഡിൽ മതിയായ കർമ്മങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ സ്വർഗം നഷ്ടപ്പെടുന്ന ആ അവസരത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കും. എന്ത് വലിയ നഷ്ടമായിരിക്കും, ദുരന്തമായിരിക്കും അത്. അതിന്റെ പേരിൽ നമുക്ക് ഒരു എക്സ്ക്യൂസും സ്വീകരിക്കപ്പെടാത്ത ഒരു വിചാരണ കൂടിയാകുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഗൗരവം?
സ്വർഗം നേടാനുള്ള കർമ്മങ്ങളുടെ കലവറയാണ് ഓരോ മുഅ്മിനിന്റെയും ആയുസ് എന്ന് പറയുന്നത്. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് പരലോകത്ത് അള്ളാഹു നമുക്ക് കാണിച്ചു തരും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ എപ്പോഴും ഓതാറുള്ള ചെറിയ അധ്യായങ്ങളുടെ നമുക്ക് കണ്ണോടിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഒരു അണുവിൻ തൂക്കം ദറത്ത് എന്ന് പറഞ്ഞാൽ ഈച്ചയുടെ കാലിന്റെ അടിയിൽ നിന്നാണ് അതിന് ഭാഷാപരമായി കൊടുത്തിരിക്കുന്ന വിശദീകരണം. ഈച്ചല്ല, ഈച്ച അതിന്റെ കാലിന്റെ അടിഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് ബൈനോക്കുലറിലൂടെ അല്ല, മറ്റേ ലെൻസിലൂടെ അല്ല നമുക്കത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത്ര നിസ്സാരമായ ഒരു നന്മയാണെങ്കിലും അത് അള്ളാഹു പാഴാക്കി കളയില്ല, അത് നമുക്ക് ഉപകരിക്കും. അത്ര ചെറുതായൊരു തിന്മയാണെങ്കിലും തൗബ ചെയ്തിട്ടില്ല എങ്കിൽ അത് അവിടെ കാണുക തന്നെ ചെയ്യും. അതും നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയുണ്ട്. വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈർ, നിങ്ങൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് പരലോകത്തിന് വേണ്ടി നിങ്ങളെ മുന്തിച്ച കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ ആത്മാവിന് വേണ്ടി നിങ്ങൾ മുന്തിച്ച നന്മകള്, തജിദൂഹു ഇൻദല്ലാഹ്, നാളെ അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിയും. അതൊരിക്കലും നഷ്ടമാവില്ല. നിങ്ങൾ ചെയ്ത നന്മകൾ നിങ്ങൾ മറന്നാലും ആ നന്മകൾ അനുഭവിച്ച ആളുകൾ മറന്നാലും നാളെ റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കത് എവിടെ ഉണ്ടാവും. അതുകൊണ്ട് നന്മകളിലേക്ക് മുന്നേറാനും അല്ലാഹുവിന് കൂടുതൽ നന്ദി ചെയ്യാനും പ്രതിഫലങ്ങളാൽ ധന്യമാക്കപ്പെട്ട വ്യത്യസ്ത സമയങ്ങളും ദിവസങ്ങളും അല്ലാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ തന്നെ ഒരു മുഅ്മിനെ സംബന്ധിച്ചോളം ജീവിതം മുഴുവൻ ഹസനാത്താണ്, അതിലൊന്നും കളയാനില്ല. രാവിലെ എഴുന്നേറ്റ് സുബ്ഹ് നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ ഉറങ്ങിയത് മുഴുവനും ഹസനത്തായി. രാത്രി മുഴുവൻ നിസ്കരിച്ച് കൂലിയ. ഇശാ നമസ്കാരം കഴിഞ്ഞ് വിത്റും കഴിഞ്ഞ് കിടന്നാൽ അവന് ഖിയാമുൽ ലൈൽ എണീക്കാൻ പറ്റാത്ത ആളുകൾ വിത്ർ നമസ്കരിച്ച് കിടക്കുകയാണെങ്കിൽ പിന്നെ സുബ്ഹി നമസ്കാരം ജമാഅത്തായി നിർവഹിച്ച ആ രാത്രി ഉറങ്ങിയത് മുഴുവനും ഇബാദത്തായി. സുബ്ഹി കഴിഞ്ഞ് ളുഹർ വരെ നിങ്ങൾ ചെയ്യുന്ന ഹലാലായ ജീവിത മാർഗങ്ങൾ ളുഹർ ജമാഅത്തോടുകൂടി അത് മുഴുവൻ ഇബാദത്ത് ഹസനത്തുകളായി മാറി. നിങ്ങൾ വലിയ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്ത നിങ്ങളുടെ ജീവിത ഉപാധികളൊക്കെ ഹസനത്തായിട്ട് നന്മകളായിട്ട് രേഖപ്പെടുത്തുമെന്ന്. അപ്പൊ ജീവിതത്തിൽ ഒന്നും കളയാനില്ല, എല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണെങ്കിൽ എല്ലാം നന്മകളായി ഭവിക്കുമെന്നാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, മുടി ചെയ്യുന്നതും കുപ്പായമിടുന്നതും ചെരുപ്പിടുന്നതും അഴിക്കുന്നതും ഉറങ്ങുന്നതും ബാത്റൂമിൽ പോയി വരുന്നതും അല്ലെ, നിങ്ങളുടെ ഭാര്യയുമായി നിങ്ങൾ സല്ലപിക്കുന്ന രംഗങ്ങൾ പോലും അള്ളാഹു നിങ്ങൾക്ക് നന്മയായി അള്ളാഹു എഴുതപ്പെടും എന്നാണ്. അത്രമാത്രം അള്ളാഹു നമ്മോട് കരുണ ചെയ്തിരിക്കുന്നു. ഇത് കൂടാതെ അതിൽ വല്ല നഷ്ടങ്ങളും വന്നാൽ അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകമായ മാസങ്ങളും ദിവസങ്ങളും അള്ളാഹു വേറെയും തന്നിരിക്കുന്നു. അതിൽപ്പെട്ട 4 മാസങ്ങള് നമ്മൾ മനസ്സിലാക്കേണ്ട പവിത്രമായ 4 മാസങ്ങള് അല്ലെ, മുഹറം, റജബ്, അതുപോലെ ദുൽഖഅദ്, ദുൽഹിജ്ജ, ഈ 4 മാസങ്ങൾ. അതിനു പുറമെ വീണ്ടും അള്ളാഹു റമളാനെ വീണ്ടും വിശിഷ്ടമാക്കി മാറ്റിയിരിക്കുന്നു, നന്മകളുടെ കലവറയായിക്കൊണ്ട്. അതുപോലെ റജബിനും റമളാനും ഇടയിലുള്ള ആ ശഅബാൻ എന്ന് പറയുന്ന മാസം അധികം ആളുകളും ശഅബാൻ മാസം വിസ്മരിച്ചു കളയുമെന്ന. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മാസത്തിനും ഒരു പ്രത്യേകമായ പുണ്യം അള്ളാഹു നിശ്ചയിച്ചു. നമ്മളിപ്പോൾ ഉള്ളത് ശഅബാൻ മാസത്തിലാണ്. ഇത് പുണ്യമായ മാസമായി ഖുർആനിലോ ഹദീസിലോ എത്തപ്പെട്ടിട്ടില്ല എങ്കിലും ആ മാസത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല പ്രാധാന്യവും നൽകുകയും അതിൽ പല ഫളായിലുകൾ നമുക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا.
അവനാണ് നിങ്ങൾക്ക് രാപ്പകലുകളെ വ്യത്യസ്തമാക്കിയിട്ട് നിങ്ങൾക്ക് പകലിൽ ചെയ്യാൻ കഴിയാത്തവർക്ക് രാത്രിയിൽ ചെയ്യാൻ, രാത്രിയിൽ സാധ്യമാകാത്ത ആളുകൾക്ക് പകലിലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത രീതിക്കനുസരിച്ചുകൊണ്ട് ശാരീരികമായ ആരോഗ്യത്തിനനുസരിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന് നന്ദി കാണിക്കാൻ, അല്ലാഹുവിനെ നിങ്ങൾ ധാരാളം ഓർക്കാൻ, ദിക്ർ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് അതിന് ഉതകുന്ന വിധത്തിൽ രാപ്പകലുകളെ വ്യത്യസ്തമാക്കി തന്നിരിക്കുന്നു റബ്ബ് തആല. അതുപോലെ തന്നെ ശഅബാൻ മാസം ഹിജ്റ വർഷത്തിലെ 8ാമത്തെ മാസമാണ് ശഅബാൻ. റജബിനും റമദാനും ഇടയിലുള്ള മാസം. അധികം ആളുകളും അതിൽ നിന്ന് വിസ്മരിച്ചു കളയുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു പറയുകയാണ്, ഖാല ഖുൽതു യാ റസൂലല്ലാഹ് ലം അറാക തസൂമു ശഹറൻ മിന അശ്ശുഹൂരി. നബിയേ, നിങ്ങൾ ഈ മാസം പോലെ നോമ്പെടുക്കുന്ന ഒരു മാസം ഞാൻ കണ്ടിട്ടില്ല. മാ തസൂമിൻ ശഅബാൻ, ശഅബാൻ മാസം പോലെ, റമദാൻ കഴിഞ്ഞാൽ ശഅബാൻ മാസം പോലെ ധാരാളമായി നോമ്പെടുക്കുന്ന ഒരു മാസം ഞാൻ കണ്ടിട്ടില്ല. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ذلك شهر يغفر الناس عنه بين رجب ورمضان. അതിന്റെ കാരണമെന്തെന്നോ, റമദാനും റജബിനും ഇടയിലുള്ള ജനങ്ങളെ കാര്യമായൊന്നും ഓർക്കാത്തൊരു മാസമാണ് ഈ ശഅബാൻ എന്ന് പറയുന്നത്. മാത്രമല്ല, അപ്പോൾ അങ്ങനെ ജനങ്ങൾ ആരും കാര്യമായി ചെയ്യാത്ത കർമ്മം ചെയ്താൽ കൂലി കൂടുതലാണ്. തഹജ്ജുദ് നമസ്കാരത്തിന് കൂലി കൂടുതൽ. കാര്യം എന്താ? അതൊരു ത്യാഗമാണ്, പ്രത്യേകിച്ച് ഈ തണുപ്പുള്ള രാത്രികളിൽ, അല്ലെ? അപ്പോ അധികം ആളുകളും ഉറങ്ങുമ്പോ എഴുന്നേറ്റ് നമസ്കരിക്കുന്നു എന്നാണ് തഹജ്ജുദിന് കൂലിയുടെ പ്രാധാന്യം. അപ്പോൾ ഈ ഒരു പ്രാധാന്യം ശഅബാന്റെ അമലുകൾക്കുണ്ട്. മാത്രമല്ല, വഹുവ ശഹറുൻ തുർഫഉ ഫീഹിൽ അഅമാൽ ഇലാ റബ്ബിൽ ആലമീൻ. ഈ മാസത്തിലാണ് റബ്ബുൽ ആലമീനായ നാഥന്റെ അടുക്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്നത്. ഫഅഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എങ്കിൽ എന്റെ അമലുകൾ ഉയർത്തുമ്പോ ഞാൻ നോമ്പുകാരനായ കൊണ്ടുള്ള രീതിയിൽ എന്റെ അമലുകൾ ഉയർത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ ശഅബാനിൽ കൂടുതൽ നോമ്പെടുക്കുന്നത് എന്നാണ്. അപ്പോൾ ഈ ഹദീസിൽ നമുക്ക് 3 കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന്, ജനങ്ങൾ അശ്രദ്ധമാകുന്ന മാസത്തിൽ ചെയ്യുന്ന അശ്രദ്ധമാകുന്ന കർമ്മങ്ങൾ അല്ലാഹു റസൂൽ നിശ്ചയിച്ച ദീനിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പുണ്യം കൂടുതലാണ്. രണ്ടാമത്, ഈ മാസത്തിൽ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നു. അപ്പോൾ നമ്മൾ നല്ല പ്രവൃത്തികളിലായിരിക്കെ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകുന്ന പാഠം. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്ന മാസം ശഅബാൻ മാസമാണ് എന്നുള്ളതാണ്. അപ്പൊ അത്രയെല്ലാം പ്രത്യേകതകള് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ശഅബാൻ മാസം നൽകിയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, കർമ്മങ്ങൾ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ. 2 മലക്കുകൾ മാറി മാറി രാവും പകലും നമ്മുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. വയതമിഊന ഫീ സ്വലാത്തുൽ ഫജ്രി വസലാത്തുൽ അസ്ർ. അവർ 2 പേരും നമ്മൾ കണ്ടുമുട്ടുന്നത് സുബ്ഹിക്കും അസ്റിനുമാണ്. എന്നിട്ട് ثم يعرج الذين باتوا فيكم فيسألهم وهو أعلم بهم. അവർ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെന്നു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെന്നാൽ അല്ലാഹുവിന് അറിയാം ഈ അടിമയെ കുറിച്ച്. എന്നാലും ഈ മലക്കിനോട് സാക്ഷിയാക്കാൻ വേണ്ടി റബ്ബ് ചോദിക്കുകയാണ്, കൈഫ തറക്തും ഇബാദി. നിങ്ങൾ വരുമ്പോ എന്റെ അടിമയെ എങ്ങനെയാ നിങ്ങൾ വിട്ടിട്ട് വന്നത്? അപ്പോൾ ആ മലക്ക് പറയും, ഫയഖൂലൂന, അവർ പറയും, തറക്നാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ വരുമ്പോ അവർ അസ്ർ നമസ്കാരത്തിന് ജമാഅത്തിലായിരുന്നു. അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ എവിടെ ഉണ്ടാകണം? മലക്കുകൾ പോകുമ്പോ പള്ളിയിൽ അസ്റിന്റെ ജമാഅത്തിനുണ്ടാവണം, അല്ലേ? വീണ്ടും ഞങ്ങൾ അവരുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോ അവർ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന അവസ്ഥയിലാണ്.
അപ്പൊ സുബഹിക്ക് വരുമ്പോ നമ്മൾ ജമാഅത്തിന് നിൽക്കുകയാണ്, അസറിന് പോകുമ്പോൾ ജമാഅത്തിന് നിൽക്കുകയാണ്. ഈ ഒരു സന്തോഷം അള്ളാഹുവിന്റെ അടുക്കൽ പറയുമ്പോ അള്ളാഹ് എത്രമാത്രം നമ്മൾ ഇഷ്ടപ്പെടുന്ന അറിയോ? മലക്കുകളോടുള്ള ഫഖ്റ് പറയുന്നതാണ്, കണ്ട അടിമ നിങ്ങൾ എന്താ പറഞ്ഞ മുമ്പ് വെറും തല്ലലും കൊല്ലലും മാത്രം അവർക്കുള്ളൂ, ഇപ്പൊ കണ്ടോ എന്റെ അടിമയുടെ സ്വഭാവം കണ്ടോ എന്ന് അള്ളാഹു ഫഖ്റ് പറയും പല ആളുകളിലും. അപ്പൊ അള്ളാഹു അഭിമാനിക്കുന്ന ആളുകളായി നമുക്ക് മാറാൻ കഴിയണം, പ്രത്യേകിച്ച് ഈ ശഅബാൻ മാസത്തിൽ. പിന്നെയോ രണ്ടാമത്തെ ഉയർച്ചയെപ്പോഴാണ്? എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടും. അതുകൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടും. അതുകൊണ്ട് നോമ്പുകാരനായ എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാൻ കഴിയും. അപ്പൊ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ വർഷത്തിൽ ശഅബാൻ മാസത്തിൽ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നു. അതാണ് പറഞ്ഞ ഹദീസിൽ വഹുവ ശഹറുൻ തുർഫഉ ഫീൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഈ മാസത്തിലാണ് റബ്ബിന്റെ അടുക്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പണ്ഡിതന്മാരെ സാധാർത്ഥികൾ ഇതിനെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ദിവസേനയുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് ആ ദിവസത്തെ മാത്രം കർമ്മങ്ങൾ മാത്രമാണ് അള്ളാഹുവിനെ ബോധിപ്പിക്കുക. അതുപോലെ ആഴ്ചയിലും മാത്രമാണ്. എന്നാൽ വർഷത്തിലൊരിക്കൽ ഒരു വർഷത്തെ മുഴുവൻ കർമ്മങ്ങളും അള്ളാഹുവിന്റെ മലക്കുകളെ ബോധിപ്പിക്കും. അപ്പൊ എന്ത് വേണം? ദിവസത്തിലും ആഴ്ചയിലൊക്കെ വല്ല വീഴ്ചയും വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നികത്താനുള്ളത് മറ്റുള്ള സമയങ്ങൾ നമ്മൾ നികത്തണം. അതുകൊണ്ടാ അള്ളാഹുവിന്റെ റസൂലുകൾ പറഞ്ഞത് നിങ്ങൾ സുന്നത്തുകൾ അധികരിപ്പിക്കണം. നിങ്ങൾക്ക് ഫർദിൽ വരുന്ന വീഴ്ചകൾ നികത്തുക സുന്നത്ത് കൊണ്ടാ. ഫർദ് നമസ്കാരത്തിന് വീഴ്ച സുന്നത്ത് നമസ്കാരം കൊണ്ട്, ഫർദ് നോമ്പിന്റെ വീഴ്ചകൾ സുന്നത്ത് നോമ്പ് കൊണ്ട്, ഹജ്ജിന്റെ വീഴ്ച ഉംറ കൊണ്ട്, സക്കാത്തിന്റെ വീഴ്ച സദഖ കൊണ്ട്, അങ്ങനെ കർമ്മങ്ങൾ ഫർദുകളെ സുന്നത്തുകളെ കൊണ്ട് മോടിയാക്കും, ഭംഗിയാക്കുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ മനുഷ്യരാണ് നമ്മള് വല്ല ജമാഅത്തൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ സുന്നത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് അതിന്റെ ഫളാഇലേക്ക് എത്തിക്കാൻ നമ്മൾ പടച്ചറപ്പിനോട് കരഞ്ഞ് പറയണം. പ്രത്യേകിച്ച് നമുക്ക് ഈ ശഅബാൻ മാസത്തിലുള്ള കർമ്മങ്ങൾ ഉയർത്തപ്പെട്ടു അല്ലാഹു അലം, ഉയർത്തിയെങ്കിൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലെങ്കിൽ സ്വീകരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ മാത്രമല്ല സാധാരണ നമ്മളെ പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, അതായത് ഓരോ വർഷത്തെ അമലുകളെ കണക്കാക്കിക്കൊണ്ടായിരിക്കാം അള്ളാഹു നമ്മളെ അടുത്ത ഒരു വർഷത്തെ റിസ്ക്കും അതുപോലെ നമ്മുടെ ആയുസ്സുമെല്ലാം അള്ളാഹു നിർണയിക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് കൊണ്ടായിരിക്കാം ആണെന്ന് ഖുർആൻ ഹദീസിലും ശഅബാൻ മാസത്തിൽ റിസ്ക് വർദ്ധിപ്പിക്കുക എന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആയിരിക്കാം അല്ലാഹു സുബ്ഹാനഹു. കാരണം നമ്മളൊരാളെ ഒരു ജോലിക്കാരനെ സ്ഥിരപ്പെടുത്തുക, അല്ലെങ്കിൽ പറയാൻ കേട്ടില്ലേ, ചീഫ് സെക്രട്ടറിക്ക് ഒരു വർഷം കൂടെ കൊടുത്തു, കാരണം അയാളെ നല്ല പെർഫോമൻസ് ആയിരുന്നു, അപ്പൊ അയാൾ ഈ സ്റ്റേറ്റിലേക്ക് ആവശ്യമാണ്, ഒരു വർഷം കൂടെ അദ്ദേഹം നീട്ടിക്കൊടുക്കാം. അങ്ങനെ നല്ല ഉദ്യോഗസ്ഥന്മാർക്ക് നീട്ടിക്കൊടുക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്താൽ, റബ്ബ് തആല ഇഷ്ടപ്പെടുന്ന നന്ദിയോടെ ജീവിച്ചാൽ റിസ്ക് വർദ്ധിക്കും, ആയുസ് വർദ്ധിക്കും. അപ്പോ നന്നായി ജീവിച്ചെന്ത് കിട്ടും? നിങ്ങൾ ഏത് ജിമ്മിൽ പോയാലും ആയുസ് വർദ്ധിക്കൂല. ആയുസ് വർദ്ധിക്കാനുള്ള മരുന്നായി അല്ലാഹു റസൂൽ പഠിപ്പിച്ച ഒരു കാര്യമാണ് എന്ത്? കുടുംബ ബന്ധങ്ങളെ സന്ദർശിക്കുക. ഉമ്മയും വാപ്പയുമായ രക്തബന്ധമുള്ള കുടുംബങ്ങളിലെ അവരെ സന്ദർശിച്ചാൽ ആയുസ് വർദ്ധിക്കും എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ചതാ. വേറെ എന്ത് മരുന്ന് കഴിച്ചാൽ ആയുസ് വർദ്ധിക്കാൻ മരുന്നില്ല. അങ്ങനെ അല്ലാഹു റസൂൽ പഠിപ്പിച്ച ഫർളും സുന്നത്തുമാകുന്ന കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരായി മാറുക. അതുകൊണ്ട് മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കൂടുതൽ നോമ്പെടുക്കുക. ഈ ശഅബാൻ മാസത്തിൽ കൂടുതൽ നോമ്പെടുക്കുക. എന്നാൽ മാസം മുഴുവൻ നോമ്പ് പിടിക്കാൻ പാടില്ല. ഞാന് ഒരു സഹോദരിയെ സന്ദർശിച്ചപ്പോ അവര് പറയുണ്ടായി, എനിക്ക് നോമ്പാണ്. അപ്പൊ നോക്കുമ്പോ ശവ്വാലാണ്. ശവ്വാൽ 6 കഴിഞ്ഞിരിക്കണ്. അപ്പൊ ദന്തപ്പ നോമ്പ് ഞാൻ 96 നോമ്പെടുക്കും. ശഅബാനിലും റമളാനിലും പിന്നെ ശവ്വാലിലും 96 നോമ്പ് ഞാൻ എടുക്കും. ഇത് എവിടുന്ന് കിട്ടിയെങ്കിൽ ഈ 96 നോമ്പ്? ഇങ്ങനെ നോമ്പ് ഇസ്ലാമിൽ അല്ലാഹു റസൂൽ പഠിപ്പിച്ചിട്ടില്ലല്ലോ.
അങ്ങനെ റമളാനിന് മാത്രമേ മുഴുവനായി നോമ്പെടുക്കാൻ പാടുള്ളൂ, മറ്റൊരു മാസം മുഴുവനായി നോമ്പെടുക്കാൻ പാടില്ല. ഇടയ്ക്ക് നോമ്പ് ഒഴിവാക്കണം. ഒരു സഹാബത്തെ ചോദിച്ചു, നബിയെ എനിക്ക് കാലം മുഴുവൻ നോമ്പെടുക്കാൻ അനുവാദം തരണം. നമ്മൾ പറഞ്ഞു പറ്റില്ല, എങ്കിൽ കൂടുതലാക്കി തരണം. അവസാനം ഹദീസിന്റെ അവസാന റസൂൽ പറഞ്ഞു, എങ്കിൽ നീ ദാവൂദ് അലൈഹി സ്വലാമിനെ പോലെ ഒരു ദിവസം വിട്ട് ഒരു ദിവസം നോമ്പെടുക്കുക. അങ്ങനെ സമ്മതം കൊടുത്തു. അവസാന റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഈ സ്വഹാബി കരഞ്ഞുകൊണ്ട് പറയുന്നു, ഞാൻ ചോദിച്ചു കുടുങ്ങിപ്പോയി, എന്നെ കൊണ്ട് അത് ആവണില്ല എന്ന് സ്വഹാബി പറഞ്ഞതായി ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീരത്തിനെ പീഡിപ്പിക്കുന്ന ആ അവസ്ഥയിൽ ഒരു ഇബാദത്ത് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കാലം മുഴുവൻ നോമ്പെടുക്കുക, അല്ലെങ്കിൽ 2 മാസം 3 മാസം ഒന്നിച്ച് നോമ്പെടുക്കുക. റമളാനിന് മാത്രമേ മാസം മുഴുവൻ നോമ്പെടുക്കാൻ പാടുള്ളൂ. ശഅബാനിലെ നോമ്പ് റമളാന് കുറച്ച് ദിവസം മുമ്പ് നോമ്പ് നിർത്തണം. എന്നിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് റമളാൻ നോമ്പെടുക്കാനുള്ള ഒരു ഫ്രഷ്നെസ് ഉണ്ടാവണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാന്റെ കുറച്ച് ദിവസം മുമ്പ് റസൂൽ നോമ്പ് നിർത്തുമായിരുന്നു. പിന്നെ റമളാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുക്കാറുള്ളൂ. ആ കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആയിഷ റളിയല്ലാഹു പറയുകയാണ്, وما رأيت رسول الله صلى الله عليه وسلم استكمل صيام شهر قط إلا رمضان. റമളാനില്ലാതെ അല്ലാഹു റസൂൽ മുഴുവനായി ഒരു മാസം നോമ്പെടുക്കും ഞാൻ കണ്ടിട്ടില്ല എന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, അങ്ങനെ നോമ്പ് വർദ്ധിപ്പിക്കുക. കടമായ നോമ്പുകളൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹ ശഅബാനാണ് നോറ്റുവിട്ടാറുള്ളത്. ശഅബാൻ വരെ പിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എപ്പോഴും യാത്രയും യുദ്ധവും വിഷമങ്ങളാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ട ഖിദ്മത്തുകൾ ചെയ്ത് സമയം കിട്ടാതെ അവസാനം ശഅബാനായാൽ ആയിഷ റളിയല്ലാഹു അൻഹ ധൃതി പിടിച്ച് ആ നോമ്പുകളൊക്കെ എടുത്തു വിട്ടാറുണ്ടായിരുന്നു എന്നാണ്. ഒരുപാട് സഹോദരികള് പ്രസവിച്ചു കഴിഞ്ഞാൽ 40 ദിവസം 50 ദിവസം കുട്ടിയുടെ പാലുടി മാറുന്നവരൊക്കെ നോമ്പ് ഒഴിവാക്കും. അള്ളാഹു അനുവദിച്ചിട്ടില്ല. അള്ളാഹു അനുവദിച്ചത് ആ നിഫാസ് മാറിക്കഴിഞ്ഞാൽ നോമ്പെടുക്കണം. ആരോഗ്യമില്ല എങ്കിൽ ആ നോമ്പിന് ഫിദിയ കൊടുക്കുകയും നോമ്പ് എടുത്തു വിട്ടുകയും ചെയ്യണം. അതുകൊണ്ട് സഹോദരിമാരെ, നോമ്പ് കടണ്ടെങ്കിൽ നിർബന്ധമായി ആ നോമ്പ് നോറ്റുവിട്ടാൽ എന്നാ പടച്ചവന്റെ കോടതിയിൽ നമുക്ക് ഒഴിവുണ്ടാവില്ല. അതേപോലെ എല്ലാവരും കടമുള്ള നോമ്പൊക്കെ റമളാൻ മുമ്പ് തന്നെ അത് തീർക്കണം, ഒഴിവാക്കണം. അതുപോലെ ശഅബാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നന്മകൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു തരും. കാരണം എന്തേ? അത് ആളുകൾ ശ്രദ്ധിക്കാത്ത മാസമായതുകൊണ്ട്. എന്നാൽ ഈ ശഅബാൻ മാസത്തിൽ ചില ധാരാളം ആളുകള്, ഭൂരിഭാഗം ആളുകള് പല അനാചാരങ്ങളും ശഅബാൻ മാസത്തിന്റെ പേരിൽ ചെയ്യാറുണ്ട്. അല്ലാഹു റസൂൽ തങ്ങളെ പഠിപ്പിച്ചത് തന്നെ ചെയ്യണമെങ്കിൽ നമുക്ക് 360 ദിവസം പോരാ, ഒരു ദിവസം 24 മണിക്കൂർ കഴിയൂല. എന്നിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ധാരാളം അനാചാരങ്ങള്. അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ മഹോന്നതനാണ്. അല്ലാഹു സൃഷ്ടിച്ച സമൂഹത്തിൽ ഏറ്റവും ഉത്തമമായ സമൂഹം സ്വഹാബത്തുൽ കിറാമ റളിയല്ലാഹു അൻഹും വറദു അൻഹു. അള്ളാഹു അവരെയും അവർ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടു എന്ന് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തോ താബിഈകളോ മദ്ഹബിന്റെ 4 ഇമാമുകളോ ചെയ്യാത്ത, ഞങ്ങള് ഷാഫിയാണ്, ഹനഫിയാണ്, ഹംബലിയാണെന്നൊക്കെ പറയും അല്ലെ, അതായാലേ മുസ്ലിമാവൂ എന്ന് പറയും. എന്നാൽ അവര് പഠിപ്പിച്ചിട്ടില്ലാത്ത, അവര് ഗ്രന്ഥങ്ങളില്ലാത്ത, അവർ പ്രവർത്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ മുഴുവൻ ബിദ്അത്ത് കൊണ്ടുവന്നുകൊണ്ട് അത് അവരുടെ പേരിൽ ചാർത്താൻ കഴിയില്ല. അങ്ങനെ ഒരു മദ്ഹബിലും പറയുന്നില്ല. നോക്കൂ, ശഅബാൻ 15 പ്രത്യേകമായ ഒരു നോമ്പ്. എല്ലാ മാസവും അയ്യാമുൽ ബീദ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ പൂർണ്ണമായി പ്രകാശിച്ചു നിൽക്കുന്ന വെളിച്ചമുള്ള രാത്രികൾ എന്നാണ് അയ്യാമുൽ ബീദ് എന്ന് പറഞ്ഞാൽ. ആ വെളിച്ചമുള്ള രാത്രികൾ 13, 14, 15 എല്ലാ മാസവും അയ്യാമുൽ ബീദ് എന്നാ പറയുക. ആ ദിവസമൊക്കെ നോമ്പെടുക്കൽ പുണ്യമാണ്. അത് ആ രൂപത്തിൽ ശഅബാൻ 13, 14, 15 നോമ്പെടുക്കാൻ ഒരു കുഴപ്പമില്ല, അത് സുന്നത്താണ്, പുണ്യമാണ്. എന്നാൽ അതൊന്നും എടുക്കാതെ ശഅബാൻ 15 മാത്രം ഒരു പുണ്യം നിശ്ചയിച്ചുകൊണ്ട് അങ്ങനെ നോമ്പെടുക്കൽ ബിദ്അത്താണ്. സൂറത്ത് ദുഖാന്റെ ആദ്യത്തെ 5 വചനങ്ങള് അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലൈലത്തുൽ ഖദറിനെ കുറിച്ചാണ്. അത് ബറാത്ത് നോമ്പെടുക്കുന്ന ആ സമൂഹത്തിന്റെ പണ്ഡിതന്മാർ തന്നെ പറയുന്നു, അവരെഴുതിയ തഫ്സീറുകളിൽ തന്നെ പറയുന്നു, സൂറത്ത് ദുഖാന്റെ ആദ്യത്തെ ആയത്തുകള്
അത് ലൈലത്തുൽ ഖദറിനെ കുറിച്ചാണ്, ശഅബാന്റെ നോമ്പിനെ കുറിച്ചല്ല. അല്ലേ? കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് അദ്ദേഹം എഴുതിയ, കേരളത്തിൽ ആദ്യമായി മലയാളത്തിൽ ഖുർആന്റെ അർത്ഥം എഴുതിയ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആ തഫ്സീറിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, ശഅബാനിന്റെ നോമ്പിനെ കുറിച്ച് അവലംബിക്കാവുന്ന ആയത്തോ ഹദീസോ ഇല്ല, എന്നാൽ അതൊരു നല്ല കാര്യമില്ലേ, കുഴപ്പമില്ല. അതെങ്ങനെ നല്ല കാര്യമാവാ? ഖുർആനും ഹദീസിലും ഉണ്ടെങ്കിൽ പിന്നെ ഇബാദത്തുകൾ എങ്ങനെ ഉണ്ടാവും? അള്ളാഹു പഠിപ്പിക്കണം, അല്ലെങ്കിൽ റസൂൽ പഠിപ്പിക്കണം, അത് സ്വഹാബത്തുകൾ പ്രവർത്തിക്കണം, താബികളെ പിൻപറ്റണം. ഇങ്ങനെ ഒരു ഇബാദത്തുകള് സ്വാലിഹായ അമലുകളായി മാറുകയുള്ളൂ. ഇതിലൊന്നും ശഅബാൻ 15 നോമ്പില്ല. അത് ആളുകൾ പറയുന്ന വായ കൊണ്ട് പറയുന്നതല്ലാതെ അത് നാട്ടിലുണ്ട്, പക്ഷെ ഏട്ടില്ല. ശഅബാൻ മാസത്തിൽ പൊതുവെ നോമ്പ് പിടിക്കലും, അതുപോലെ ശഅബാൻ മാസത്തിന്റെ ഭൂരിഭാഗം ദിവസങ്ങളും നോമ്പെടുക്കലും അത് നബി സല്ലല്ലാഹു സുന്നത്താണ്. എന്നാൽ അതുപോലെ തന്നെ ഹിജ്റ എല്ലാ മാസത്തിലും 13, 14, 15 നോമ്പെടുക്കുന്ന സുന്നത്താണ്. എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി സുന്നത്താണ്. കൂടുതൽ വേണമുള്ള ആളുകൾക്ക് നബി പറഞ്ഞു, ദാവൂദ് നോമ്പെടുത്തതുപോലെ 1 നോമ്പെടുക്കട്ടെ എന്ന്. ആ നിനക്കെല്ലാം ശഅബാൻ 15 ഒരാൾ നോമ്പെടുക്കുകയാണ് എങ്കിൽ അത് സുന്നത്താണ്. നബി പറഞ്ഞ ഈ രൂപത്തിലൊക്കെ ഇതൊന്നും എടുക്കാതെ ശഅബാൻ 15 മാത്രം എടുക്കുക എന്നുള്ളത് ബിദ്അത്താണ്. അല്ലേ? ലോകത്തിൽ പറയുന്ന ഹദീസ് എന്താണ്? ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഫഖുമൂ ലൈലഹാ വസുമൂ നഹാറഹാ. ഈ ഹദീസ് കെട്ടിയുണ്ടാക്കിയ ദുർബലമായ ഹദീസാണ് എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നു. അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരി അദ്ദേഹം പറയുന്നു. ആ കിതാബുകളിലൊക്കെ ഈ പണ്ഡിതന്മാരെല്ലാം പറയുന്നുണ്ട്, ഇബ്നു മാജാ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് ദുർബലമായ തെളിവിന് കൊള്ളാത്ത ഹദീസാണ് എന്ന്. അങ്ങനെ റസൂലുള്ളാഹിയോ സ്വഹാബത്തോ താബിഈകളോ നോമ്പെടുത്തിട്ടില്ല എന്ന്. രണ്ടാമതായി ശഅബാൻ 15 രാത്രിയിൽ ഒരു സ്വലാത്തുൽ അൽഫിയ എന്നൊരു നമസ്കാരം നാടുകളിൽ നടക്കുന്നുണ്ട്. എന്താണ് സ്വലാത്തുൽ അൽഫിയ എന്ന് പറഞ്ഞാൽ? ശഅബാൻ 15 100 റക്അത്ത് നമസ്കരിക്കുക. ഓരോ റക്അത്തിനും 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു ഓതുക. അപ്പൊ എത്രയായി? 100 1000. ഇതാണ് സ്വലാത്തുൽ അൽഫിയ. ഇങ്ങനെ ഒരു നമസ്കാരം അല്ലാഹു റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഫിഖ്ഹിന്റെ ഒരു കിതാബുകളിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇത് ചില പുരോഹിതന്മാരുടെ വായകളാൽ പ്രചരിച്ചു എന്നല്ലാതെ ഇതിന് യാതൊരു തെളിവുമില്ല. അങ്ങനെ ശഅബാൻ 15 100 നമസ്കാരം ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ സ്വലാത്തുർ റഗായിബ്. എന്താ സ്വലാത്തുർ റഗായിബ്? റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുകയാണ്, അത് വഹാബിയല്ലോ. ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം യഥാർത്ഥ അഹ്ലു സുന്നയാണ്, അദ്ദേഹം സലഫാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, നോക്കൂ, അസ്സലാത്തുൽ മഅറൂഫത്തു ബിസ്സലാത്തുർ റഗായിബ്. സ്വലാത്തുർ റഗായിബ് എന്ന് പറയുന്ന നമസ്കാരം മശഹൂറാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. വഹിയ 12 റക്അത്ത്, 12 റക്അത്താണ്. തുസല്ലാ ബൈനൽ മഗ്രിബി വൽ ഇശാഇ ലൈലത്തുൽ അവ്വൽ ജുമാഅത്തുൻ ഫി റജബിൻ. റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച മഗ്രിബിനും ഇശാഇയും നമസ്കരിക്കുന്ന നമസ്കാരം. രണ്ടാമത്തെ നമസ്കാരം അദ്ദേഹം പറയുന്നു, സ്വലാത്തുൽ ലൈലി നിസ്ഫു ശഅബാന 100 റക്അത്ത്. രണ്ടാമത്തെ ഒരു നമസ്കാരം ശഅബാൻ 15 നമസ്കരിക്കുന്ന 100 റക്അത്ത് നമസ്കാരമാണ്. വഹത്താനി സ്വലാത്താനി, ഈ 2 നമസ്കാരങ്ങളും ബിദ്അത്താണ്. ആരാ പറയുന്നത്? ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നത് അത് ബിദ്അത്താണ്, അനാചാരമാണ്. വമുൻകറാനി, അത് വെറുക്കപ്പെട്ട കാര്യമാണ്. നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, എന്തൊരു കാര്യവും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ദീനിനു വേണ്ടി നാടുപേക്ഷിച്ച് വീടുപേക്ഷിച്ച് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് മക്കളെ ബലി കൊടുത്ത്, അതേപോലെ കുടുംബത്തിന് ഒരുപാട് ബലി കൊടുക്കുന്ന ഷഹീദായിട്ട് അങ്ങനെയെല്ലാം ത്യാഗം സഹിച്ചുകൊണ്ടുണ്ടാക്കിയ ദീനിൽ അല്ലാഹു റസൂൽ വഫാത്താകുമ്പോ
നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ ആവശ്യമായ ഒരു കാര്യവും ഇതിനെ പഠിപ്പിക്കാതെ വിട്ടുപോയിട്ടില്ല. നമ്മൾ നരകത്തിൽ കിടക്കാൻ കാരണമാകുന്ന ഒരു തിന്മയും അല്ലാഹു റസൂല് നമുക്ക് മുന്നറിയിപ്പ് നൽകാതെ പോയിട്ടില്ല. അല്ലാഹു റസൂല് പഠിപ്പിക്കാത്ത ഒരു കാര്യം നമ്മൾ ചെയ്താൽ അതിനർത്ഥം നമ്മൾ റസൂലിനേക്കാൾ വലിയ പുണ്യവാന്മാരായി, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാതെ നബി മറച്ചു വെക്കുകയായിരുന്നു. ഇതിലേതാ നമുക്ക് പറയാൻ കഴിയുക? ഏതെങ്കിലും പറയാൻ പറ്റുമോ? നബി മറച്ചു എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ നബിയെക്കാളും വലിയ പുണ്യവാന്മാരാ നമ്മളൊന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ റസൂലിന് സ്നേഹമുണ്ട് എങ്കിൽ അല്ലാഹു റസൂൽ പഠിപ്പിച്ച സുന്നത്തനുസരിച്ച് മുന്നോട്ട് പോകണം. അപ്പൊ ഷഅബാൻ പറഞ്ഞ നോമ്പെടുക്കലല്ല കുറ്റം. അങ്ങനെ ഷഅബാൻ മാത്രം നോമ്പെടുത്ത് പറയലാണ് കുറ്റം. മനസ്സിലായോ? 14-നും 13-നും 16-നും എടുക്കാതെ 15-ന് മാത്രം ഒരു നോമ്പ് ബറാത്ത്, അങ്ങനെ ഒരു വാക്കല്ല ഖുർആനിലും ഹദീസിലും. ബറാത്ത് നോമ്പൊരു നോമ്പില്ല. ഒരു വാക്ക ബറാത്ത് എന്ന വാക്കുണ്ടല്ലോ, അത് നോമ്പിനെ കുറിച്ച് അതിന് പരാശന ഖുർആനിലും ഹദീസിലും ഇല്ല. അത് വരാത്തരാകുന്ന പറയാ, അത് വരൂല. മനസ്സിലായോ? അതുകൊണ്ട് രണ്ട് രീതിയില്ല. ഇനി മൂന്നാമതായി ഷഅബാൻ എടുക്കുന്ന അനാചാരം എന്തെന്നറിയുമോ? ഷഅബാൻ 15 പ്രത്യേകം എണ്ണം സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക. ഷഅബാൻ 15 പ്രത്യേക യാസീൻ പാരായണം. അങ്ങനെ രീതി റസൂലുള്ളാഹി സ്വഹാബത്തോ മദ്ഹബിന്റെ ഇമാമികളോ ചെയ്തിട്ടില്ല. പ്രമാണബദ്ധമായി സ്ഥിരപ്പെടാത്തൊരു കാര്യമാണിത്. യാതൊരു ഹദീസും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. എന്താ പറയാ? 3 യാസീൻ അധികം ഓതല്. ഒന്ന് റിസ്കിന്, ഒന്ന് ആയുസ് വർദ്ധിക്കാൻ, പിന്നെ എന്തോ ഒരു കാര്യങ്ങളുണ്ട്. 3 കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യാ? 3 യാസീൻ. മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഈ 3 യാസീൻ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലെങ്കിൽ സ്വഹാബത്തോ താബിഈകളോ മദ്ഹബിന്റെ ഒന്നും കാര്യം പഠിപ്പിച്ചിട്ടില്ല. അതിൽ ആ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ യാസീൻ ഓതുന്ന തെറ്റൊന്നുമില്ല. യാസീൻ ഓതി ഈമാൻ വർദ്ധിക്കുന്ന ഖൽബുൽ ഖുർആനാണ് യാസീൻ. ഖുർആന്റെ ഹൃദയമാണ്. എന്താണ്? പരലോകത്തെ കുറിച്ച് കൂടുതൽ പറയുന്ന സൂറത്താ യാസീൻ. അത് ഓതിയാൽ ഈമാൻ വർദ്ധിക്കും. മരിക്കാൻ കിടക്കുന്ന ആളുകളിൽ അവർക്ക് യാസീൻ ഓതിയതിന്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവർ ഈമാൻ വർദ്ധിക്കുന്നതാണ്. മരിച്ചു കഴിഞ്ഞിട്ട് എതിരിക്കാരില്ല കേട്ടോ. കാരണം ഖുർആൻ യാസീൻ എന്താ പറഞ്ഞത്? ഈ യാസീൻ അടങ്ങുന്ന ഖുർആൻ മുഴുവനും ജീവിച്ചിരിക്കുന്നവരാരാണോ അവർക്ക് വേണ്ടിയുള്ളതാണ്. ഇതിൽ നിഷേധിക്കുന്ന ആളുകൾക്ക് വരാൻ പോകുന്ന മുന്നറിയിപ്പുമാണ് ഖുർആൻ. യാസീനിനെ പറയണത്. എന്നിട്ട് ആ യാസീനെ മരിച്ചിട്ട് ഉള്ള ആൾക്ക് ഇങ്ങനെ ഓതിക്കൊണ്ട് ആ മനുഷ്യന് കേട്ടിട്ടൊന്നും നന്നാകാൻ പറ്റുമോ? ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ജീവിച്ചിരിക്കുന്ന ആൾ പറഞ്ഞാലോ ഇതിങ്ങനെ കേൾക്കുമ്പോ അസ്തഗ്ഫിറുല്ലാഹ് പറ്റിപ്പോയി, പുറത്തേരനെ, ഇനി നന്നായിക്കോളാം. അങ്ങനെ നന്നാവാനുള്ള ഖുർആൻ ജീവിച്ചിരിക്കുന്നവർക്കുള്ളതാ ഖുർആൻ, മരിച്ചവർക്കല്ല. നോക്കൂ, ധാരാളമായി ഷഅബാൻ മാസത്തിൽ അത് ആഘോഷിക്കുന്ന ഒരു രീതി ഷബ്ബേ ബറാത്ത. എന്തൊക്കെ കുറെ പേര്, ഓരോ നാട്ടിലും ഓരോ പേരുണ്ട്. രാത്രി മുഴുവൻ ഉറങ്ങാതെ ബസ്സും പാട്ടും കളിയും കാര്യങ്ങളൊക്കെ ആകെ ബഹളാണ്. എവിടെ നിന്നൊക്കെ കിട്ടിയത്? ഇത് അധികം ഷിയാക്കളിൽ നിന്നാ വന്നത്. ഇത്തരം രീതികളൊക്കെ അഹ്ലു സുന്നയിൽ ഈ രീതി ഇല്ല, ഷിയാക്കളിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊക്കെ പറയുന്നത് നമ്മുടെ നന്മകളെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഷഅബാൻ പറയുന്നതിന് പ്രത്യേകമായി യാസീൻ. അതുകൊണ്ട് ആയുസ്സും വർദ്ധിക്കൂല, റിസ്ക്കും കിട്ടൂല, മരിച്ചവർക്ക് ഉപകാരമില്ല. യാസീന് എപ്പോഴും ഓതേണ്ട സംഗതിയാണ്. അത് ഏതെങ്കിലും പ്രത്യേക സമയത്തല്ല. ഖുർആനിൽ ഒരക്ഷരം വായിച്ച 10 കൂലിയാണ്. അതുകൊണ്ട് അത് അതിൻ്റെതായ പുണ്യങ്ങളുണ്ട്. അതുകൊണ്ട് വിശ്വാസികൾ ചെയ്യേണ്ട കാര്യം നമ്മള് ഖുർആൻ സുന്നയിലേക്ക് മടങ്ങുക. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചോ അത് മുഴുവൻ എടുക്കുക. ഇത് പുതിയ കാര്യമാണോ? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച മുഴുവൻ എടുക്കണം. മറ്റുള്ളവർ പറഞ്ഞെടുക്കണ്ട. ഏതാ പുതിയത്, ഏതാ പഴയത് നമ്മൾ ചിന്തിക്കുക. എന്നാൽ പറയുന്ന വാക്കെന്താ? അതൊക്കെ നമ്മൾ റസൂലിനെ പഠിപ്പിച്ചെടുക്കുമ്പോൾ നമ്മളെ ഉസ്താദ്മാര് പറഞ്ഞൊക്കെ എടുക്കണം. അപ്പൊ ഏതാ പുതിയത്? അതുകൊണ്ട് ഇത് പുത്തൻ വാദമല്ല, പഴയ വാദമാണ്. അള്ളയും റസൂലും സഹാബത്തും പറഞ്ഞ പ്രകാരം ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി റബ്ബുനാ വയർളാ وصلى الله وسلم على نبينا محمد وآله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ,
അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെട്ടുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി പരിപൂർണ മുസ്ലിമായി കൊണ്ട് മാത്രം ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോകണേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളായ നമ്മൾ സന്തുലിതമായ ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടത്. എങ്ങനെയാണത്? ഷാബാൻ അധികമായി നോമ്പെടുക്കുക. ആരോഗ്യമുള്ളവരൊക്കെ കഴിയുന്നത്ര നോമ്പ്, റമദാനിൽ 2-3 ദിവസം മുമ്പ് നോമ്പ് നിർത്തണം, എന്നിട്ടൊന്ന് ഉഷാറാവണം റമദാൻ നോമ്പെടുക്കാൻ. ബാക്കിയുള്ളത് അത് 15-നും 14-നും 16 ഒക്കെ എടുക്കുക. അങ്ങനെ ധാരാളമായി നോമ്പെടുക്കുക. അതുപോലെ ഖുർആൻ ഓത്ത് തുടങ്ങേണ്ടത് റമദാനിലല്ല. സ്വഹാബത്തുൽ കിറാം ഖുർആൻ പാരായണം ആരംഭിക്കുക റമദാന് വേണ്ടി ഷാബാൻ തന്നെ ആരംഭിക്കുന്ന, ഷാബാൻ മാസത്തിൽ ഖുർആൻ ഓത്ത് തുടങ്ങുന്നതാണ്. അത് നിർത്തണ പരിപാടി സ്വഹാബത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ഷാബാൻ മാസം ധാരാളമായി ഖുർആൻ ഓതുമെന്നാണ്. അതുകൊണ്ട് ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ മനസ്സ് ശുദ്ധീകരിച്ച് റമദാനിന് വേണ്ടി ഒരുങ്ങുക, തൗബ ചെയ്യുക, അള്ളാഹുവിനോട് എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് ഇസ്തിഗ്ഫാർ നന്മകൾ വർദ്ധിപ്പിക്കുക. സക്കാത്ത് കടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എത്രയും വേഗം അത് കൊടുത്തു വിട്ടുക. കുടുംബ ബന്ധങ്ങൾ ആരെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ കുടുംബങ്ങളുമായി തെറ്റ് പറഞ്ഞ് അങ്ങോട്ട് കയറി ചെന്ന്, എത്ര ആട്ടിയാലും നമ്മൾ അങ്ങോട്ട് കയറി ചെന്ന്, നമുക്ക് സ്വർഗമാണ് ആവശ്യം. കുടുംബ ബന്ധം ചേർക്കുന്നതുമായി അള്ളാഹു ബന്ധം ചേർക്കും. അതുകൊണ്ട് നീ എന്നെ എത്ര ആട്ടിയാലും തുപ്പിയാലും ഞാൻ വരുമടാ, നീ എന്റെ രക്തമാണ്, നീ എന്റെ ഉമ്മയുടെ വാപ്പയുടെ കുടുംബമാണ്. അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുന്ന അള്ളാഹുവിന് ഇഷ്ടമാണ്. അങ്ങനെ കയറി ചെല്ലണം. കുടുംബത്തോട് വിട്ടുവീഴ്ച ചെയ്ത് കുടുംബബന്ധം പാലിക്കണം. അങ്ങനെ ഒഴിവാക്കിയതെല്ലാം തിരിച്ചെടുക്കുകയും അതുപോലെ ഒഴിവാക്കേണ്ടതെല്ലാം തിന്മകളും ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് റമദാനിന് വേണ്ടി പരിശുദ്ധമായ ഒരു മനസ്സോടെ കാത്തിരിക്കുക. അതിലേക്ക് റമദാൻ വരുള്ളൂ. വീട് മാത്രം വൃത്തിയാക്കിയതുകൊണ്ടൊരു കാര്യമില്ല. മനസ്സിലേക്കാണ് തഖ്വ, അവിടേക്കാ റമദാൻ വരിക. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ല ത്വയ്യിബ. അള്ളാഹു വിശുദ്ധനാണ്, വിശുദ്ധമായതേ സ്വീകരിക്കൂ. മനസ്സ് മോശമാണെങ്കിൽ ഒരു പട്ടിണി കൊണ്ടും യാതൊരു പ്രയോജനവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ റമദാനിനെ വരവേൽക്കാൻ, റമദാനിനെ യഥാർത്ഥമായ രൂപത്തിൽ സ്വീകരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായ ധാരാളം ആളുകൾ അള്ളാഹു അവർക്ക് രോഗങ്ങൾ ശിഫ ചെയ്ത് റമദാൻ കാമനേതരാകാൻ അള്ളാഹു അവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ولا تشبه القنا بالنار، ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على نبينا محمد وآله والحمد لله رب العالمين.